കൊഞ്ച് ചമ്മന്തി റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇടുന്നതായിരിക്കും. ദാണ്ട കണ്ടോളൂ. അമ്മ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മ വന്നാൽ എല്ലാം അടുപ്പിലാണ് ചെയ്യുന്നത്. കൊഞ്ച് നന്നായിട്ട് വറുത്ത് ചെറിയ കനലിട്ട് വറുത്തിട്ട് അതേ ചീനിച്ചട്ടി തന്നെ വറ്റൽ മുളകും കുഞ്ഞുള്ളിയും കൂടെ എടുക്കണം. കണ്ടോ, കുഞ്ഞുള്ളി കുറച്ചേറെ വേണമേ, എങ്കിലേ ഇതിന് രുചി വരുത്തുള്ളൂ. വറ്റൽ മുളക്, കൊഞ്ച് വൃത്തിയാക്കി എടുത്തത്, തേങ്ങ, ഇത്ര സാധനങ്ങളും കൂടെ എടുക്കുക. കണ്ട് ഇതാണ് അമ്മ കേട്ടോ, ഭയങ്കര കലാപരിപാടിയാണ്. രാവിലെ ഞാൻ നിന്ന് വീഡിയോ എടുക്കുക, അറിഞ്ഞില്ല പുള്ളിക്കാരി കേട്ടോ. അമ്മയുടെ ഫോട്ടോ ഇല്ല, അമ്മ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അമ്മ അറിഞ്ഞിട്ടില്ലേ. പിന്നെ അമ്മ അതൊക്കെ കല്ലിലോട്ട് വെച്ച് തകൃതിയായാൽ ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത്, കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. കല്ലുപ്പ് ഇവിടെ തീർന്നു, അതുകൊണ്ട് പൊടിയുപ്പ്. കല്ലുപ്പിടുമ്പോൾ പെട്ടെന്ന് ഈ മുളക് ചതഞ്ഞ് വരും. തുള്ളി പുളിയും കൂടെ ചേർത്ത് കേട്ടോ. പുളി ഒരുപാടുണ്ടെങ്കിൽ രുചിക്കത്തില്ല, ചെറുതായിട്ട് പുളി മതി. പിന്നെ കൂട്ടത്തിൽ ഈ വറുത്തിയാക്കി വെച്ചിട്ടില്ലേ, വറുത്ത് നന്നായിട്ട് തലയൊക്കെ കളഞ്ഞ് കൊഞ്ചായിരുന്നേ, അതും കൂടെ അങ്ങോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നല്ലപോലെ പൊടിച്ചെടുക്കണം. കൂട്ടത്തിൽ തേങ്ങയും, അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുള്ളി എടുക്കുന്നത്. ഭയങ്കര രുചിയില്ല ഇത് വെച്ച് ചോറുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പറയുമ്പോഴേ എൻ്റെ വായിക്കൂടെ വെള്ളം കയറും. നല്ല ടേസ്റ്റ്. ഇതുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ചോറ് വേണം. അപ്പോൾ ഇത് ചതച്ച് കൂട്ടുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഓരോരുത്തരുടെ വീഡിയോ എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നവർക്കെല്ലാം ഞാൻ ചാനൽ ഉണ്ടോ എന്ന് നോക്കും. ഉള്ളവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു കൂട്ടായ്മയായിട്ട് മുമ്പോട്ട് പോകാം. അപ്പം കണ്ടോ, അടിപൊളി കൊഞ്ച് ചമ്മന്തി റെഡി. അപ്പം അടുത്ത ദിവസം വരാം കേട്ടോ.